ഹലോ മക്കളെ, നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാ സബ്ജക്റ്റിനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അല്ലേ? എല്ലാവരും മക്കളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ന്യൂട്രൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സിമ്പിളുള്ള ചോദ്യമുണ്ട്, അല്ലെങ്കിൽ പ്രയാസമുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, മോഡറേറ്റ് ചെയ്യുന്ന ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലെങ്തി ആയിട്ടുള്ള കുറച്ച് ചോദ്യമുണ്ട്, ഇതിനകത്ത് ക്വിക്കായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്ന ചോദ്യമുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവരൊക്കെ ചെയ്യുമ്പോൾ ബയോമോളിക്യൂൾസ് അങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോമോളിക്യൂൾസിൽ നിന്നൊന്നും ചോദ്യമില്ല. പക്ഷേ നമുക്ക് ടൈം സേവിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ തവണ പറഞ്ഞ പോലെ എൻ്റെ കൂടെ തന്നെ അടിച്ചു പൊളിച്ച് നമുക്ക് ഇരിക്കാം, എല്ലാവരും ചെയ്യാം. ഉത്തരം അറിയാമെങ്കിലും ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ ഫുള്ള് കേൾക്കാൻ ശ്രമിക്കുക മക്കളെ, കേട്ടോ. എല്ലാം നമുക്ക് ചെയ്യാം, പൊളിക്കല്ലേ. അടുത്ത നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് Mn4n ഈസ്. ഓക്കെ, Mn4n-ന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചാണ് ചോദ്യം. 1/3 to the manganese metal higher than that of manganese metal, same as that of manganese metal, 1/4 to that of a manganese metal. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി Mn4n-ന്റെ മൾട്ടിംഗ് പോയിന്റ് ഈ മാംഗനീസ് മെറ്റലിനെ വെച്ചിട്ട് 4 ഓപ്ഷനും കാണിക്കുമ്പോൾ മാംഗനീസ് മെറ്റൽ ഉണ്ട് അല്ലേ? മാംഗനീസ് മെറ്റലിനെ വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ആണ് നമുക്ക് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ Mn4n-ന്റെ മെൽറ്റിംഗ് പോയിന്റ് മാംഗനീസിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ എന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ മക്കളെ, നമുക്കറിയാലോ Mn4-ന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1270 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ മാംഗനീസ് എന്ന് പറഞ്ഞ വെറും മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1246 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് ബൈഹാർട്ട് ആക്കാവുന്നവർക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ Mn4n-ഉം Mn4n നോക്കുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ Mn4n-നാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ പടയെന്ന് പോയി മാർക്ക് ചെയ്യാം. ഏത് ഓപ്ഷൻ സി, ഹയർ ദാൻ ദാറ്റ് ഓഫ് മാംഗനീസ് മെറ്റലിന് നമുക്ക് പടയെന്ന് പോയി മാർക്ക് ചെയ്യാം. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്ക് കുറേ അധികം ഓർക്കാനിരിക്കുമ്പോൾ ഈ ഒരു വാല്യൂ ഒക്കെ പഠിച്ചിരിച്ച് ഓർത്തിരിക്കുന്നത് ഒക്കെ ഇച്ചിരി കഷ്ടപ്പാടല്ല, ഒരു ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമുക്ക് Mn4n-ന്റെ കേസ് എടുക്കുമ്പോൾ അതിനകത്ത് അതൊരു സ്റ്റേബിളാണ്, ഹൈലി സ്റ്റേബിളാണ് ഒരു സാധനം. അതേപോലെ ഒരു നൈട്രൈഡ് ഭയങ്കര ഹൈലി സ്റ്റേബിളാണ്. അതേപോലെ തന്നെ അതിൻ്റെ അകത്തെ ഈ മാംഗനീസ് നൈട്രൈനുമായിട്ട് ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ആസ് എ റിസൾട്ട് ഇൻക്രീസ്ഡ് ഇന്റർ അറ്റോമിക് ഫോഴ്സ് ഉണ്ട്. ഇൻക്രീസ്ഡ് ഇന്റർ അറ്റോമിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മാംഗനീസ് മെറ്റലായി നിൽക്കുന്ന മാംഗനീസ് നൈട്രജനുമായി ചേർന്ന് Mn4n എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ മാംഗനീസ് മെറ്റലായിട്ട് നിൽക്കുന്നതിനേക്കാളിലും ഇന്റർ അറ്റോമിക് ഫോഴ്സസ് കൂടും Mn4n എന്ന് പറയുന്ന കോംപ്ലക്സ് ഇത് ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പ്രയാസമല്ലേ മക്കളെ? അതൊന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട്, മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രയാസമല്ലേ? ഇന്റർ അറ്റോമിക് ഫോഴ്സസ് കൂടുതലായതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താം. Mn4-ന്റെ ഉറപ്പായിട്ടും മാംഗനീസ് എന്ന് പറഞ്ഞ മെറ്റലിനേക്കാളും Mn4-ന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാമല്ലോ. ഇതൊക്കെ വളരെ ബ്ലെൻഡർ ആയിട്ടുള്ള ഓപ്ഷനല്ലേ? 1/3 to that of മാംഗനീസ് മെറ്റലിനൊക്കെ കൂടുതലല്ലേ മക്കളെ എന്തായാലും വരുന്നത്? കാരണം Mn4-നകത്ത് പറയുമ്പോൾ നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്, ഇൻക്രീസ്ഡ് അറ്റോമിക് ഫോഴ്സസും കൂടുതലായിട്ട്. എന്തായാലും മാംഗനീസ് എന്ന് പറഞ്ഞ മെറ്റലിനേക്കാളും അവനും ഉറപ്പായിട്ടും മെൽറ്റിംഗ് പോയിന്റ് കൂടില്ലേ മക്കളെ? അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടിപ്പോവല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് വാലിഡ് ഫോർ ദ ഡയപോൾ മൊമെന്റ്? ഓക്കെ, സിസ് ട്രാൻസ് F2N2. ഓക്കെ, F2N2-ന്റെ ഡൈപോൾ മൊമെന്റിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. F2N2-ന്റെ സിസ് ആൻഡ് ട്രാൻസ് ഫോമിലെ ഡൈപോൾ മൊമെന്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനകത്തുള്ള കറക്റ്റ് ഉത്തരങ്ങൾ നമുക്ക് എഴുതണം. ഓക്കെ, മക്കൾക്ക് അറിയാമല്ലോ മക്കളെ, ഈ
സിസ് ഫോമിൻ്റെ ഡയപ്പോൾ മൂമെൻ്റ് എന്ന് പറയുന്നത് അത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ട്രാൻസ് ഫോം വരുമ്പോൾ അതിൻ്റെ ഡയപ്പോൾ മൂമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അത് പടം വരച്ച് ഞാൻ സാർ കാണിച്ചു തരാം. ഇപ്പം ഇവിടുത്തെ കോമ്പൗണ്ട് വരയ്ക്കുമ്പോൾ ഇതല്ലേ സിസ് ഫോം, ട്രാൻസ് ഫോം വരയ്ക്കുമ്പോൾ ഇങ്ങനെയുമല്ലേ വരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇവിടെ ട്രാൻസിൻ്റെ ഡൈപോൾ മൊമെന്റ് 0 ആകും എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിക്കോ മക്കളെ, ഇവിടുത്തെ ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? നൈട്രേനേക്കാളുള്ള ഏറ്റവും ഈ ദുനിയാവിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ പറഞ്ഞാൽ ഫ്ലൂറിനാണ്. 4 അതിൻ്റെ ഇത് വാല്യൂ. അപ്പോൾ ഈ ഫ്ലൂറിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും. രണ്ടും സെയിം അല്ലേ? രണ്ടും ഒരേ ഫ്ലൂറിനല്ല. ഇവിടെ 2 ഫ്ലൂറിനോ ഇവിടെ 3 ഫ്ലൂറിനോ അല്ലല്ലോ. ഇവിടെ രണ്ടുപേർക്കും ഒരേ ഫ്ലൂറിനല്ല. ആ ഫ്ലൂറിന് വ്യത്യാസമൊന്നുമില്ല, ഒരു മാറ്റമില്ല, സെയിം സാധനമല്ലേ. അപ്പം ഇവിടുന്ന് ഒരുത്തന്നെ ഇവൻ വലിക്കുന്നു, ഇവിടുന്ന് വേറൊരു ഫ്ലൂറിന് വലിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവന്മാർ രണ്ടുപേരും വിളിച്ചിട്ട് നെറ്റ് ഡൈപോൾ മൂവ്മെന്റ് 0 ആയി പോകുന്നു ട്രാൻസ്ഫോമിൽ. ട്രാൻസ്ഫോമിൽ. ഇനിയും സിസ് ഫോമിൽ നോക്കുമ്പോൾ ഈ ഫ്ലൂറിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് വലിക്കുന്നത്. അതെന്തായാലും 0 ആവില്ല. കാരണം എന്താണ്? അത് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. ഇത് ഒന്ന് വലിക്കുന്ന ഒരു ഫ്ലൂറിന് ഇങ്ങോട്ട് വലിക്കും. അതിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് അപ്പുറത്ത് ഈക്വൽ എമൗണ്ടിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ അവൻ അങ്ങോട്ട് വലിക്കുമ്പോൾ ട്രാൻസ്ഫോമിൽ ഡൈപോൾ മൂവ്മെന്റ് 0 ആകുമെന്ന് എൻ്റെ മക്കൾക്ക് അറിയാലോ. പക്ഷെ സിസ് ഫോമിൽ ഒരേ സൈഡിലേക്കാണ് ഈ ഫ്ലൂറിൻ വലിക്കുന്നത്. ഇവൻ ഇങ്ങോട്ടുമാണ് വലിക്കുന്നത്. സിസിനതിൽ ഡൈപോൾ മൂവ്മെന്റ് എന്തായാലും നോൺ 0 ആയിരിക്കുമെന്നും നമുക്കറിയാം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഡൈപോൾ മൂവ്മെന്റ് വാല്യൂ ഫോർ സിസ് F2 ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് ഡൈപോൾ മൂവ്മെന്റ് വാല്യൂ ഓഫ് ട്രാൻസ് F2N2. ശരിയാണ്, കാരണം ട്രാൻസിന് 0 ആണ്. എന്തായാലും സിസിന് അതിനൊക്കെ കൂടുതലായിരിക്കും വാല്യൂ. ഓക്കെ, ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഓപ്ഷൻസ് കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ബോത്ത് സിസ് F2 ആൻഡ് ട്രാൻസ് F2N2 വിൽ ഈക്വൽ നോൺ 0 ഡൈപോൾ മൂവ്മെന്റ്. ഇത് തെറ്റാണ്. കാരണം എന്താ ഇത് തെറ്റാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായാലും ആദ്യത്തെ മനസ്സിലായി ട്രാൻസിന് നോൺ 0 എന്ന് പറയുമ്പോൾ തെറ്റ്, ട്രാൻസിന് 0 ആയി വരും. അപ്പം ഇതെന്തായാലും തെറ്റാണ്, മനസ്സിലായല്ലോ. അപ്പം ഈ ഓപ്ഷനും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കുക. ഡൈപോൾ മൂവ്മെന്റ് വാല്യൂ ഫോർ ട്രാൻസ് F2N2 ഈസ് ഗ്രേറ്റർ ദാൻ ഡൈപോൾ മൂവ്മെന്റ് വാല്യൂ ഫോർ സിസ് F2N2. ഇതും തെറ്റല്ലേ? ട്രാൻസിന് എങ്ങനെ മക്കളെ കൂടുന്നത്? ട്രാൻസിന് കൂടത്തില്ല, സിസിനായിരിക്കുമല്ലോ കൂടുന്നത്. കാരണം ട്രാൻസിന് 0 ആണ്. വട്ട 0. ഓക്കെ, അടുത്ത് നോക്കുമ്പോൾ ബോത്ത് സിസ് F2N2 ആൻഡ് ട്രാൻസ് F2N2 വിൽ ഹാവ് 0 ഡൈപോൾ മൂവ്മെന്റ്. ഓക്കെ, അപ്പം ഇതും തെറ്റല്ലേ? ഈ ഒരു ഓപ്ഷനും തെറ്റല്ലേ? കാരണം എന്താ? സിസിന് എവിടെയാടാ 0? സിസിന് 0 എന്ന് പറയുമ്പോൾ തെറ്റല്ലേ? ട്രാൻസിനല്ലേ 0 വരുന്നത്? ഓക്കെ, സിമ്പിൾ അല്ലായിരുന്നു. ഓപ്ഷൻ എ ആണല്ലോ ഉത്തരം. ഓപ്ഷൻ എ ആണല്ലോ ഉത്തരം. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് ചാടിപ്പോവാലോ. ബാടാ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഓക്കെ, which of the following statement is correct about the tetrahedral manganate and permanganate ion? Okay, tetrahedral shape ഉള്ള ജോമെട്രി ഉള്ള പെർമാംഗനേറ്റും മാംഗനേറ്റ് അയോൺസിൻ്റെയും തമ്മിൽ പറയുന്ന ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് നോക്കാലോ. നമുക്കറിയാം മാംഗനേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിൻ്റെ അയോൺ എങ്ങനെയാണ്? MnO4 മൈനസ് MnO4 2 മൈനസ് MnO4 2 മൈനസ്. ഇനി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് KMnO4 ആ കേടുത്ത് കള MnO4 മൈനസ്. അവനാണല്ലോ പെർമാംഗനേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? MnO4 മൈനസ് അല്ലേ? ഇവിടെ നമുക്ക് എന്താണ് മാംഗനേറ്റ് അയോണിൻ്റെയും പെർമാംഗനേറ്റ് അയോണിൻ്റെയും കളറ് നിങ്ങൾ എന്തായാലും പറഞ്ഞു വെക്കണം. ഞാൻ ഓർത്തിരിക്കുന്നത് പെർമാംഗനേറ്റ് അയോണ് പി ഉണ്ട്. അപ്പോൾ അവൻ്റെ കളറ് പർപ്പിളിനകത്തും പി ഉണ്ട്, പെർമാംഗനേറ്റിനകത്തും പി ഉണ്ട്. ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ പെർമാംഗനേറ്റ് അയോണിൻ്റെ കളറ് പർപ്പിള്. അപ്പോൾ ആളുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. പർപ്പിള് പെർമാംഗനേറ്റ്, ഇത് കറക്റ്റാണ്. ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് മാംഗനേറ്റ് അയോണിൻ്റെയും കൂടെ കളർ പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി കയറി പോയാൽ പോരെ. ഓക്കെ, ഇനി മാംഗനേറ്റ് അയോണിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ അവൻ്റെ കളർ ഗ്രീനാണ്. പെർമാംഗനേറ്റ് അയോണിൻ്റെ കളർ എന്ന് പറയുമ്പോൾ
പർപ്പിളും മാംഗനേറ്റ് അയോണിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഗ്രീനുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഓപ്ഷനിനകത്ത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വെട്ടിച്ച് കളയുന്നു. ക്യാൻസലേഷൻ മെത്തേഡ്. കാരണം എന്താണ്, നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് നമ്മൾ ടൈം സേവിങ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടാണല്ലോ അല്ലേ മക്കളെ? പോകുക പെർമാംഗനേറ്റ് അയണ് പർപ്പിൾ ആണെന്ന് പറയുന്നു. കറക്റ്റ് അല്ലേ? മാംഗനേറ്റ് അയണ് ഗ്രീൻ ആണെന്ന് പറഞ്ഞു. ഇതും കറക്റ്റ് അല്ലേ? അതിന് പെർമാംഗനേറ്റ് അയോൺ ഇസ് ഗ്രീൻ എന്ന് പറയുന്നു. കളർ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ ഡയമാഗ്നറ്റിക് ആണോ പെർമാംഗനേറ്റ് ആണോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കളർ വെച്ച് മാത്രമാണ് ഇപ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, പെർമാംഗനേറ്റ് ഈസ് ഗ്രീന്, തെറ്റല്ലേ? അപ്പം പർപ്പിൾ അല്ലേ? മാംഗനേറ്റ് ഈസ് പർപ്പിൾ, തെറ്റല്ലേ? അവൻ ഗ്രീൻ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ എയും സിയും ഉണ്ട്. ഓപ്ഷൻ എയും സിയും വെച്ച് കളി കൊടുക്കാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ പെർമാംഗനേറ്റും മാംഗനേറ്റും ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ നമുക്ക് നോക്കണം. ഓക്കെ, ഈ KMnO4 ഉണ്ടാക്കുന്ന MnO4 മൈനസ് KMnO4-നകത്തുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിനകത്തുള്ള അയോൺ ഏതാ? പെർമാംഗനേറ്റ് അയോണായിട്ടുള്ള MnO4 മൈനസ്. അവൻ ഡയാമാഗ്നറ്റിക് അല്ലേ മക്കളെ എന്ന് പറഞ്ഞാൽ പെർമാംഗനേറ്റ്. നിങ്ങൾ നോക്കിയാൽ മതി, പെർമാംഗനേറ്റ് എന്ന് പറയുന്നാൽ അവൻ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ KMnO4-നകത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് KMnO4 നോക്ക്, KMnO4 മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. 1 + x - 8 x = +7 എന്ന് പറഞ്ഞാൽ പെർമാംഗനേറ്റിനകത്ത് ഇവൻ Mn+7 അല്ലേ? Mn+7 അവനകത്ത് D0 അല്ലേ? D0 അല്ലേ? D0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0, ഒരു ഇലക്ട്രോണും ഇല്ല. അപ്പോൾ അവൻ ഡയാമാഗ്നറ്റിക് അല്ലേ? പക്ഷെ മാംഗനേറ്റിൻ്റെ കേസ് വരുമ്പോൾ, മാംഗനേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് നോക്കിയാൽ മതി. അവനെന്ന് പറയുന്നതിന് അവനകത്തൊരു എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, പെയർ ആകാത്തൊരു ഇലക്ട്രോൺ ഉണ്ട്. അവൻ പാരാമാഗ്നറ്റിക്കും കൂടാണെന്ന് ഓർക്കുക. അപ്പോൾ ഓപ്ഷൻ ഇതല്ലല്ലോ, ഓപ്ഷൻ സി അല്ലേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് പെർമാംഗനേറ്റ് പാരാമാഗ്നറ്റിക് ആണ്. അത് തെറ്റല്ലേ? ഓപ്ഷൻ സി അല്ലേ ഉത്തരം? അല്ലേ? ഓപ്ഷൻ സി അല്ലേ ഉത്തരം? കടക്കാലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ ഓക്കെ. ഇത് D&F ബ്ലോക്കിലെ ചോദ്യമാണ്. നല്ല ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ടൈം സേവിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നമ്മൾക്കിപ്പോൾ തുടങ്ങാൻ പോകുന്ന ക്രാഷ് കോഴ്സിന് ചിലപ്പോൾ ഞാനായിരിക്കും D&F പഠിപ്പിക്കുന്നത്. അപ്പോൾ മക്കളെ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ മോക്ക് ടെസ്റ്റിനെ കുറിച്ചും നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ചും ക്രിസ്പർ ലേണിങ്ങിൻ്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ചെല്ലാം നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഏപ്രിൽ 10 മുതലാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും, ഞാൻ ഒന്നുകൂടെ പറയാണ്, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് പോയി നോക്കിയിട്ട് ഇത് ഇനിയും ചെയ്യാത്തവരാണ് എളുപ്പം പോയി ചെയ്യുക. കാരണം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്, വളരെ പൊളിയായിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മുടെ റിവിഷൻ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. പൊളിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാൻ നമുക്ക് ക്രാഷ് കോഴ്സിന്. അപ്പോൾ ഇതുവരെ എൻക്വയറി ചെയ്യാത്തവർ ഉടനെ പോയി എൻക്വയറി ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ D&F-ലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എമംഗ് ദ ലാന്തനൈറ്റ്സ്, ഇതെന്താണ്? യൂറോപ്പിയം അല്ലേ? യൂറോപ്പിയം അല്ലേ? ടി ബി എന്താണ്? ടെർബിയം. ER എന്താണ്? എർബിയം. DY എന്താണ്? ഡൈസോപ്രോസിയം അല്ലേ? ഈ 4 പേര് എന്ന് പറഞ്ഞാൽ യൂറോപ്പിയം, ടെർബിയം, എർബിയം, ഡൈസ്പ്രോസിയം. ഇതിൻ്റെ അകത്തെ ഡൈവാലൻ്റ് അയോൺസ് റെഡിലി തരുന്നത് ആരാണ്? റെഡിലി തരുന്നത് നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. എന്താണ്? യൂറോപ്പിയമാണ് തരുന്നത്. വൈ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്സ് എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. യൂറോപ്പിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെനോൺ 4f7 6s2 എന്നാണല്ലോ. അപ്പം ഇതിനകത്ത് ഡൈവാലൻ്റ് അയോൺ എന്ന് പറയുമ്പോൾ ഈ U2+ ആയാൽ ഈ 2 ഇലക്ട്രോൺ പോയിട്ട് ഈ 4s7 മാത്രമേ കാണൂ. ഈ 4f7 മാത്രമേ കാണൂ. എഫിൻ്റെ അകത്ത് 14 ഇലക്ട്രോൺ ആണേ മക്കളെ. D-ൻ്റെ അകത്ത് 10 ഇലക്ട്രോണും എഫിൻ്റെ അകത്ത് 14 ഇലക്ട്രോണും. അപ്പോൾ എഫിൻ്റെ അകത്ത് ഇപ്പോഴും 7 ഇലക്ട്രോൺ ആയെന്ന് പറഞ്ഞാൽ ഇവൻ ഹാഫ് ഫിൽഡ് അല്ലേ മക്കളെ? ഹാഫ് ഫിൽഡ് അല്ലേ? ഇവൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ഇവനായിരിക്കത്തില്ലേ മക്കളെ മോർ സ്റ്റേബിൾ എപ്പോഴായിരിക്കുമ്പോൾ? ഡൈവാലൻ്റ് അയോൺ ആയിരിക്കുമ്പോൾ. യൂറോപ്പിയത്തിൻ്റെ 6s2-ലെ 2 ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ അവനകത്ത് പിന്നെ എഫ് ഓർബിറ്റലിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 ആണെന്ന് നമുക്കറിയാം. എഫിൻ്റെ അകത്ത് ഇപ്പം 7 ഇലക്ട്രോണേ ഉള്ളൂ. 7 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അവൻ ഹാഫ് ഫിൽഡ് അല്ലേ? അവൻ ഹാഫ് ഫിൽഡ് ആകുമ്പോൾ
മോർ സ്റ്റേബിൾ ആകുന്നില്ലേ മക്കളെ? ആവുന്നില്ലേ? ഓക്കെ. ഇനി നമുക്ക് ബാക്കി 3 കൂടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കി കളയാം അല്ലേ? ടെർബിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് സെനോൺ 4f9 6s2. 6s2ന്റെ 2 ഇലക്ട്രോൺ കഴിഞ്ഞാൽ 4f9 കാര്യമില്ല, ഒരു കാര്യമില്ല, അവ സ്റ്റേബിൾ ആയിരിക്കില്ല. ഓക്കെ. ഡൈസോപ്രോസിയത്തിന്റെ ഇത് നോക്കിയാൽ സെനോൺ 4f10 6s2. മണ്ടത്തരം പറ്റും ഇവിടെ, കുട്ടികൾക്ക് മണ്ടത്തരം പറ്റും. കാരണം അവർ ഡി എന്നുള്ള ഒരു ഓർമ്മ വെച്ചിട്ട് 6s2 കഴിഞ്ഞിട്ട് 4f10 10 ഉണ്ടല്ലോ, ഡി ആണല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഡൈസോപ്രോസിയം ഒരിക്കലും ചൂസ് ചെയ്യല്ലേ മക്കളെ. വി ആർ ഡിസ്കസിങ് അബൌട്ട് എഫ് ഓർബിറ്റൽ. എഫ് ഓർബിറ്റലിൽ 14 ഇലക്ട്രോൺ ഉണ്ട്, 10 ഇലക്ട്രോൺ അല്ല. ഓക്കെ അല്ലേ? വാടാ, ഇനി അടുത്ത ഒരെണ്ണം കൂടെ അല്ലേ നമുക്ക് പറയാനുള്ളൂ. എർബിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സെനോൺ 4f12 6s2. എടുത്തുകള 2 ഇലക്ട്രോൺ, കാരണം 12 ഇലക്ട്രോൺ ഇല്ലേ, അവൻ ഹാഫ് ഫിൽഡുമല്ല ഫുള്ളി ഫിൽഡുമല്ല, ഒരു കാര്യവുമില്ല. എല്ലാവരെയും മികച്ച് നിൽക്കുന്നത് യൂറോപ്യം മാത്രം. യൂറോപ്യത്തിന് അപ്പം മോസ്റ്റ് സ്റ്റേബിൾ ആണ് യൂറോപ്യം എന്ന് കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടി പോകാലോ. വളരെ റിപ്പീറ്റഡ്ലി നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്തോ, ഞാൻ പറഞ്ഞ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ല, നിങ്ങൾ നീറ്റ്, JEE, കീം, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ എടുത്താലും ഞാൻ പറയും ഈ ഒരു ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബേസിസിറ്റി, നൈട്രൈൻ ഫാമിലിയിലെ ബേസിസിറ്റി, അസിഡിറ്റി, ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് ഓർഡർ, ഇതിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ വളരെ റിപ്പീറ്റഡ്ലി വരുന്ന ചോദ്യങ്ങളാണ് മക്കളെ. അപ്പം നമ്മളോട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? കറക്റ്റ് ഓർഡർ ഫോർ ഡിക്രീസിങ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ മോളിക്യൂൾ PH3, ASH3, SbH3, BiH3 എന്ന് പറഞ്ഞാൽ ഇവരെന്താണ്? നൈട്രജൻ ഫാമിലി അല്ലേ? നൈട്രജൻ ഫാമിലിയാണ്. നൈട്രജൻ ഫാമിലി ഹൈഡ്രേറ്റ്സ് ആണ് അല്ലേ? നൈട്രജൻ ഫാമിലി ഹൈഡ്രേറ്റ്സിലെ ബേസിക് ഓർഡർ അല്ലേ, ബേസിസിറ്റിയുടെ ഓർഡർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ഇവിടെ നൈട്രജൻ ഇല്ല, ഫോസ്ഫറസ് മുകളിലാണ് നമ്മൾ പറഞ്ഞാൽ പി, ഞാൻ ഇതൊന്ന് മാറ്റി എഴുതുവാണ് മക്കളെ. PH3, പി എന്ന് പറഞ്ഞ ഫോസ്ഫറസ് ആണ്, എസ് എന്ന് പറഞ്ഞ ആഴ്സനിക് ആണ്, SB എന്ന് പറഞ്ഞ ആന്റിമണി ആണ്, BA എന്ന് പറഞ്ഞ ബിസ്മത്ത് ആണ്. ഓക്കെ, വൈൽ ഡൗൺ ടു ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് മുതൽ ബിസ്മത്ത് വരെ എൻ്റെ മക്കൾ താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം, താഴോട്ട് വന്നാൽ അവിടുത്തെ അറ്റോമിക് റേഡിയസ് കൂടും. പറയട്ടെ, ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, നൈട്രജൻ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ലോൺ പേയേഴ്സ് പ്രസന്റ് ആണല്ലോ. ഈ ലോൺ പേയേഴ്സിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടല്ലേ അവന്മാർക്ക് ബേസിക് സ്ട്രെങ്ത് അവന്മാർ കാണിക്കുന്നത് അല്ലേ? എടാ മക്കളെ, ബേസിക് സ്ട്രെങ്ത് കാണിക്കാൻ ഒരു വലിയ ഒരു ഘടകമല്ലേ ലോൺ പെയറിന്റെ പ്രസൻസ്. നൈട്രജൻ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്താണ്, ഇവന്മാരുണ്ട്, എന്നുണ്ട്, ബേസിക് ലോൺ പേയേഴ്സ് ഉണ്ട്. ലോൺ പേയേഴ്സ് ഉള്ളതുകൊണ്ട് അവന്മാരെല്ലാം നല്ല ബേസിക് സ്ട്രെങ്ത് ഉണ്ട് അവന്മാർക്ക്. അപ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുമ്പോൾ ഇവന്മാരുടെ ലോൺ പെയർ സ്പ്രെഡ് ആകുന്നു. എന്നിട്ട് ഡൊണേഷന്റെ പവർ എന്ന് പറഞ്ഞാൽ താഴോട്ട് അറ്റോമിക് റേഡിയസ് ഫോസ്ഫറസ് ഇത്ര ഉള്ളായിരുന്നു, ബിസ്മത്തിലേക്ക് വരുമ്പോൾ അവൻ ഇത്രയായോണ്ട് ആ ലോൺ പെയർ സ്പ്രെഡ് ചെയ്യുന്നു. ഡൊണേഷൻ നൽകാനുള്ള അവൈലബിലിറ്റി ലെസ് ആകുന്നു. ആസ് എ റിസൾട്ട് ബേസിക് സ്ട്രെങ്തിന് കുറവ് വരില്ലേടാ, ബേസിക് സ്ട്രെങ്ത് കുറയുന്നു അല്ലേ? എന്ന് പറയുമ്പോൾ ഇച്ചിരേ ഉള്ളൂ ഫോസ്ഫറസ്, അവനൊരു ലോൺ പെയറുമുണ്ട്. അപ്പം അത് എന്താ വലിയ പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ വീട്ടിൽ, ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയണേ, നമ്മൾ ഈ ചെറിയ വീട്ടിലൊക്കെ നിൽക്കുന്നെങ്കിൽ നമുക്ക് ഒരു വലിയ പരാതിയും പരിഭവം ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ വെക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു കൊച്ചു വീട്ടിലാണ്, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അറിയെങ്കിൽ നമ്മൾ അച്ഛനോട് ഒരു ഉത്സവത്തിനൊക്കെ പോയാൽ ചിലപ്പോൾ പറയാണ്ടിരിക്കും, എനിക്ക് ഈ സാധനം വേണം അച്ഛൻ എന്നൊന്നും പറയത്തില്ല. കാരണം നമുക്ക് അച്ഛനും അമ്മ എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഭയങ്കര എന്താണ്, കാശിന്റെ കൊഴുപ്പ് കണ്ട് വളരുന്നവരാണെങ്കിൽ നമ്മൾ പറയാം, എനിക്കത് വേണം ഇത് വേണം എന്ന് പറയുന്ന പോലെ. ഫോസ്ഫറസ് ചെറിയൊരുത്തന ലോൺ പെയർ അവൻ്റെ അടുത്തിരിക്കുമ്പോൾ ഡൊണേഷൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും. ബിസ്മത്ത് എന്ന് പറഞ്ഞാൽ വലിയ പൊണ്ണത്തടിയാണ് മക്കളെ ബോഡി ഷേമിംഗ് ആയിട്ടൊന്നും കാണരുത്. ബിസ്മത്ത് എന്ന് പറയുന്നത് വലിയൊരു
അവൻ്റെ അറ്റോമിക് റേഡിയസ് കൂടുതൽ, അവൻ്റെ ലാർജ് സൈസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ലോൺ പെയർ വന്നിരിക്കുമ്പോൾ ലോൺ പെയർ സ്പ്രെഡ് ആകും. ആസ് എ റിസൾട്ട് ഡൊണേഷൻ അവൈലബിലിറ്റി കുറഞ്ഞ് അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് കുറയത്തില്ലേ? അങ്ങനെ നോക്കുമ്പോൾ നൈട്രൈൻ ഫാമിലിയിലെ ഹൈഡ്രേറ്റിൻ്റെ ബേസിക് സ്ട്രെങ്ത് നോക്കുമ്പോൾ PH3 ഗ്രേറ്റർ ദാൻ ASH3 ഗ്രേറ്റർ ദാൻ SbH3 ഗ്രേറ്റർ ദാൻ BiH3 എന്ന് നമുക്ക് എഴുതാലോ. എന്ന് പറയുമ്പോൾ ഡൗൺ ടു ദ ഗ്രൂപ്പ്, താഴോട്ട് പോകും തോറും നൈട്രൈൻ ഫാമിലിയെ താഴോട്ട് പോകുന്തോറും അറ്റോമിക് റേഡിയസ് കൂടുതലാണ്, അവന്മാരുടെ സൈസ് കൂടും. സൈസ് കൂടുന്തോറും ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ലോൺ പെയറിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടായിരിക്കും ആണല്ലോ ഇവന്മാർക്ക് ബേസിക് സ്ട്രെങ്ത് ഉള്ളത്. ലോൺ പെയർ സ്പ്രെഡ് ആകും. ആസ് എ റിസൾട്ട് ഡൊണേഷൻ അവൈലബിലിറ്റി കുറയും. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള മക്കളെ? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ളൂ? കറക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് ചാടാലോ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടിട്ട് വന്ന മക്കളെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, അണ്ടർ ഓർഗാനിക്. ഓക്കെ, നമുക്ക് ഓർഗാനിക്കിലേക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്താണ് എക്സും ഇസഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വൈയെ നമുക്ക് വേണ്ട. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ മക്കളെ? ഇത് പാരാറ്റൊളുഡിൻ അല്ലേ? പാരാറ്റൊളുഡിൻ. ഈ പാരാറ്റൊളുഡിനിലേക്ക് നൈട്രേഷൻ നടക്കുമ്പോൾ ഒരു ഇതുമില്ല, നമുക്ക് ഇങ്ങനെ എഴുതാം CH3NH2. എവിടെ NO2 ഗ്രൂപ്പ് വന്നിരിക്കും? കാരണം എന്ന് പറഞ്ഞാൽ ഈ CH3യും NH2യും രണ്ടുപേരും ഒന്നെങ്കിൽ അവനെ എന്താണ് മെറ്റേല് ഓർത്തോയിൽ പറഞ്ഞുവിടും, അല്ലെങ്കിൽ പാരയിൽ പറഞ്ഞുവിടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആരാണ് മുകളിൽ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ നോക്കുമ്പോൾ CH3യും NH2വിൻ്റെയും കേസ് എടുക്കുമ്പോൾ NH2വിനാണ് സ്ട്രോങ് എഫക്റ്റ്. ആസ് എ റിസൾട്ട് ഈ NH2 അവനെ പിടിച്ച് ഓർത്തോ പൊസിഷനിൽ എത്തും. കാരണം പാര പൊസിഷനിൽ CH3 ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ പ്രോഡക്റ്റ് ഇങ്ങനാകും അല്ലെ? ഇത് വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? ഇത് രണ്ടും മെറ്റയിലാണ് പോകുന്നത്. ഇത് രണ്ടും വെട്ടിട്ട് ഇതോ ആകാം ഉത്തരം അല്ലേ? പാരാറ്റൊളുഡിനില് നൈട്രേഷൻ നടത്തി കഴിയുമ്പോൾ NH2ന്റെ ഓർത്തോ പൊസിഷനിലാണ് NO2 വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുക. കാരണം NH2ന് CH3യേക്കാളും മീഥൈൽ ഗ്രൂപ്പിനേക്കാളും സ്ട്രോങ് എഫക്റ്റ് ഉണ്ട് എന്ന കാര്യം മക്കൾ ഓർത്തിരിക്കുക. സ്ട്രോങ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ശരിയല്ലേ? ഇനി അടുത്ത നോക്കാം. അടുത്ത നമുക്ക് Y ആണ് കണ്ടുപിടിക്കട്ടെ. ഇത് തന്നെ പാരാറ്റൊളുഡിനിലേക്ക് CH3COCl ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാലോ മക്കളെ, ഈ HCl എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ CH3NHCO അല്ലേ ഉണ്ടാകുന്നത് അല്ലേ? NHCO എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ NH2ൽ ഒരു H പോയിട്ട് ഇതിനകത്ത് ഇത് ഇങ്ങനെ മുറിഞ്ഞിട്ട് ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ഇങ്ങോട്ട് വരും. ആസ് എ റിസൾട്ട് ഇവിടെ NHCOCH3 ഉണ്ടാകുന്നു. ഇനി ഇതിനെ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേഷൻ H2SO4 നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം CO എന്ന് പറഞ്ഞാൽ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് അല്ലേ? ഈ CH3യുടെ എഫക്റ്റിനൊക്കെ എത്രയോ വലുതാണ് ഈ NHCOCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പൊ ഇവനെ ഈ നൈട്രേഷൻ നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? NHCOCH3 എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ NHCOCH3 എന്ന ഗ്രൂപ്പിന്റെ മെറ്റാ പൊസിഷനിൽ പോയി നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ അല്ലേ? കാരണം ഇവിടെയും CH3 മീഥൈൽ ഗ്രൂപ്പിനേക്കാളും എഫക്റ്റ് ഉള്ളത് NHCOCH3 എന്ന് പറയുന്ന ഗ്രൂപ്പിനാണ്. ആ NHCOCH3 എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ പോയി NO2നെ മെറ്റാ പൊസിഷനിൽ പോയി ഇരിക്കടാന്ന് പറയും. സിമ്പിൾ അല്ലേ മക്കളെ? ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. വിത്തിൻ 40 സെക്കൻഡ്സ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടി പോകാലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ബേസിസിറ്റി. വീണ്ടും എല്ലാ നൈട്രൈൻ കോമ്പൗണ്ട്സ് ആണ് തന്നേക്കുന്നത്. അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ഈ ഒന്നാമത്തെ നോക്കുമ്പോൾ നമുക്ക് അറിയാം. ഒന്നാമത്തെ കോമ്പൗണ്ട് എന്താണ്? പിപ്പിരിഡിൻ അല്ലേ? പിപ്പിരിഡിൻ. രണ്ടാമത്തെ കോമ്പൗണ്ട് പിറിഡിൻ ആണെന്ന് നമുക്കറിയാലോ. ഈ കോമ്പൗണ്ട് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഇത് പൈറോൾ ആണെന്ന് അറിയാലോ. എല്ലാം ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ് മക്കളെ. ഇതൊന്നും അപ്പോൾ പിപ്പിരിഡിൻ ഉണ്ട്, പൈറോൾ ഉണ്ട്. ഓക്കെ,
സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ എന്ന് പറയുമ്പോൾ ഇവൻ sp3 ഹൈബ്രിഡൈസ് എല്ലായിടത്തും ലോൺ പെയർ ഉണ്ട്, എല്ലായിടത്തും ലോൺ പെയർ ഉണ്ട്, ഇല്ലെന്നും ഇനി പറഞ്ഞേക്കില്ലേ. അപ്പോൾ ഇവിടെ sp3 ഹൈബ്രിഡൈസേഷനുമാണ്, ഇവിടെ ലോൺ പെയറും ഉണ്ട്. ഇവന്റെ ബേസിസിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ, പിപ്പിരിഡിന്റെ ബേസിസിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത്, പിപ്പിരിഡിന്റെ ബേസിസിറ്റി ആയിരിക്കും അല്ലേ? സംശയമില്ലല്ലോ, പിപ്പിരിഡിനായിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ പിറിഡിനും പൈറോളും കൂടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ലോൺ പെയർ അരോമാറ്റിക് റിങ്ങിൻ്റെ അകത്താണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാലോ മക്കളെ, ഈ രണ്ടാമത്തെ പിറിഡിൻ്റെ ബേസിക് സ്ട്രെങ്ത് ബേസിസിറ്റി എന്ന് പറയുന്നത് പൈറോളിനേക്കാൾ കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ മക്കളെ. എങ്ങനെയാണ് ബേസിക് സ്ട്രെങ്ത്തിലെ നമ്മുടെ ലോൺ പെയറിൻ്റെ എഫക്റ്റും അല്ലെങ്കിൽ അരോമാറ്റിസിറ്റിയും വെച്ചിട്ട് എങ്ങനെയാണ് ബേസിക് സ്ട്രെങ്ത് പറയുന്നത്, ബേസിസിറ്റി കറക്റ്റ് ഓർഡറിൽ പറയുന്നത് നമുക്കറിയാലോ. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കുമ്പോൾ രണ്ടാമത്തെ പിറിഡിനും മൂന്നാമത്തെ പൈറോളുമാണ്. അപ്പോൾ പിറിഡിനകത്ത് വരുമ്പോൾ ഈ ലോൺ പെയർ അരോമാറ്റിക് റിങ്ങിൻ്റെ അകത്താണുള്ളത്. പിന്നെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ് പൈറോളിനൊക്കെ ബേസിക് സ്ട്രെങ്ത് പിറിഡിനാണെന്ന് ഉള്ള കാര്യം അല്ലേ. ഇനി നാലാമത്തെ ആയിരിക്കും ഏറ്റവും ലാസ്റ്റിൽ വരുന്ന എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് സ്ട്രെങ്ത്. നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വരും, ഓർഡർ ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇങ്ങനെയാണ് കറക്റ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പ്രശ്നം ഉണ്ട്. പിറിഡിനെയും പിപ്പിരിഡിനെയും നമുക്ക് വിടാം. ഈ പൈറോളിനെയും ഈ നാലാമത്തെ കോമ്പൗണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ നാലാമത്തെ കോമ്പൗണ്ടിലുള്ള ഈ നൈട്രജനകത്തുള്ള ലോൺ പെയർക്ക് ഈ രണ്ട് ഫിനൈൽ റിങ്ങുമായിട്ട് ഡീലോക്കലൈസേഷൻ ചെയ്തിട്ട് ഇവന് പൈറോളിനേക്കാളിലും എൻ്റെ ബേസിസിറ്റി കൂടും. അങ്ങനെ പറയുമ്പോൾ ആക്ച്വൽ ഓർഡർ എങ്ങനെയാ വരുന്നത്? പിപ്പിരിഡിൻ നമുക്ക് പറയണ്ട, നമുക്ക് 1 2 3 4 വിളിക്കല്ലോ. 1 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 4 ഗ്രേറ്റർ ദാൻ 3. മക്കളെ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിറിഡിനേക്കാൾ പിപ്പിരിഡിനാണ് ബേസിക് സ്ട്രെങ്ത് കൂടുതൽ. പിറിഡിനും പൈറോളും കൂടെ നോക്കുമ്പോൾ പിറിഡിനാണ് കൂടുതൽ. പിന്നെ നാലാമത്തെ കോമ്പൗണ്ട് പൈറോളിനേക്കാൾ ആ ഒരു കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് എല്ലാം ഒരു ട്രിക്കിനെസ് ഈ ക്വസ്റ്റ്യൻ്റെ ആണ്. അതിലായിരിക്കും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നത്. ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനെ 2 ഓപ്ഷനും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് മക്കളെ മനസ്സിലാക്കേണ്ടത്? ഈ നാലാമത്തെ കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ്റെ അകത്തുള്ള ലോൺ പെയർ രണ്ട് ഫിനൈൽ റിങ്ങുമായിട്ടും ഡീലോക്കലൈസേഷൻ ചെയ്തിട്ട് ആസ് എ റിസൾട്ട് പൈറോളിൻ്റെ ബേസിസിറ്റിയെ കടത്തി വെട്ടും നാലാമത്തെ കോമ്പൗണ്ട് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് സി എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതൽ രണ്ടിനായിരിക്കും, മൂന്നിനേക്കാൾ കൂടുതൽ നാലിനായിരിക്കും. നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം, നാലിനേക്കാൾ കൂടുതൽ നമ്മുടെ പിറിഡിനായിരിക്കും, പിന്നെ പിപ്പിരിഡിലായിരിക്കും. റെഡി അല്ലേ മക്കളെ? സെറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ഓർഗാനിക് ആണ് എന്ന് പോലും പറയണ്ട. ഓർഗാനിക് അല്ലേ, ഇത് വളരെ GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗതിയായിട്ടുള്ളത്. ഈ നമുക്ക് നോക്കാലോ. ഇങ്ങനെ പ്രൊപ്പീൻ അല്ലേ എന്തെങ്കിലും, പ്രൊപ്പീൻ്റെ അകത്ത് HBr എഴുതിയിട്ട് ഈ XY നമുക്ക് കണ്ടുപിടിക്കണം. മേജർ എന്ന് തന്നിട്ടുണ്ട്, മേജർ പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. മേജർ പ്രോഡക്റ്റ് X കണ്ടുപിടിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇറ്റ് ഈസ് ദ കറക്റ്റ് പെയർ ഓഫ് ഇന്റർമീഡിയറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ X ആൻഡ് Y ആസ് ദ മേജർ പ്രോഡക്റ്റ് ഇൻ ദ റെസ്പെക്റ്റീവ് റിയാക്ഷൻ ഷോൺ ബോ. എക്സും വൈയും അല്ല കണ്ടുപിടിക്കണ്ടേ, എക്സും വൈയും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് അവനാരാണ് കണ്ടുപിടിക്കുന്നത്. മക്കളെ നിങ്ങൾക്കറിയാലോ ഇതിനകത്ത് എന്താണ് സാധാ മാർക്ക്-ഔണിക്കോവ്സ് റൂൾ അല്ലേ. മാർക്ക്-ഔണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം അല്ലേ. അഡൻഡം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഡൻഡം ആരാണ്? HBr അല്ലേ. നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ Br അല്ലേ. ആ Br നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം എങ്ങോട്ട് പോവും?
നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ആൽക്കിന്റെ ലെസ് ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള കാർബണിലേക്ക് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം പോവും. HBr നോക്കുമ്പോൾ ഈ BR അല്ലേ നെഗറ്റീവ് പാർട്ട്, ആ BR പോയിട്ട് CHൽ പോയിരിക്കും. അവൻ എന്താണ്, അവൻ എന്ന് പറഞ്ഞാൽ ലെസ് ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള കാർബണിലേക്ക് പോയിരുന്നിട്ട് ആസ് എ റിസൾട്ട് CH3 CHBr CH3 എന്ന് കിട്ടും അല്ലേ. ഇതിൻ്റെ ഇടയിൽ നമുക്കുണ്ടാവുന്ന കാർബോ കാറ്റോൺ എന്ന് പറഞ്ഞാൽ ഇവനല്ലേ, ഇവനല്ലേ കാർബോ കാറ്റോൺ ആയിട്ടുണ്ടാവുന്നത്. ഇവൻ ഏത് കാർബോ കാറ്റോൺ? ഇവൻ സെക്കൻഡറി കാർബോ കാറ്റോൺ അല്ലേ, സെക്കൻഡറി കാർബോ കാറ്റോൺ അല്ലേ, സെക്കൻഡറി കാർബോ കാറ്റോൺ അല്ലേ, ആണല്ലോ. സെക്കൻഡറി കാർബോ കാറ്റോൺ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ Aയും Dയും ഉണ്ട്, Bയും Cയും നമുക്ക് അപ്പോഴേ കട്ടിക്കളാം. ഇനി ഇവൻ ആന്റി മാർക്കോണിക്കോസ് റൂള് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റിനെ നമുക്ക് പറയും. കാരണം ഇതിനകത്ത് ഇവർ സ്പെഷ്യലായി ഉപയോഗിച്ചു ഒരു സാധനം. എന്ത് സാധനം? പെറോക്സൈഡ് ഇവർ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവനൊരിച്ചിരി പെശകാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവനൊരിച്ചിരി വ്യത്യസ്ത കാരണം മാർക്കോണിക്കോഫ്സ് എന്താണ് പറഞ്ഞത്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം വെൻ ടു എന്താണ് ലെസ് ഹൈഡ്രജനേറ്റഡ് കാർബണിലേക്ക് വരും. പക്ഷെ ഇവൻ ഇവന് മോർ ഹൈഡ്രജനേറ്റഡ് കാർബണിനകത്തേട്ടേ പോകത്തുള്ളൂ അല്ലേ എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് വരുന്നത് CH2CH2Br എന്നുള്ള രീതിക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെക്കാനിസം ഒരു രീതിയിൽ അറിയണം. നമുക്ക് തന്നേക്കുന്ന പെറോക്സൈഡ് ഏതാ മക്കളെ? C6H5 CO twice O2 എന്നല്ലേ തന്നേക്കുന്നത്. ഇതിനെ ഞാൻ 6 എന്ന് വിളിക്കുവാണേ എന്ന് പറഞ്ഞാൽ 6C6H5CO എന്ന് വിളിച്ചാൽ നമുക്ക് ഇവനെ എങ്ങനെ എഴുതാം? 6OO6 എന്ന് എഴുതല്ലോ, 6OO6 എന്ന് എഴുതല്ലോ. എന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ ഹൈഡ്രലൈസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 2RO എന്ന് എഴുതാം അല്ലേ മക്കളെ? 2RO എന്ന് എഴുതല്ലോ, 2RO എന്ന് എഴുതാം. അപ്പൊ ഈ ROയെ ഇവിടെ തന്നിരിക്കുന്ന അഡൻഡവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ HBrമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ആൽക്കഹോൾ ഉണ്ടായി. ഇവിടെ BR എന്ന് പറയുന്ന ഒരു റാഡിക്കൽ ഉണ്ടാവില്ലേ, റാഡിക്കൽ. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോളോസ് റാഡിക്കൽ മെക്കാനിസമാണ്, ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ് ഇത് ഫോളോ ചെയ്യുന്നത്, ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം പ്രൈമറി റാഡിക്കൽ സെക്കൻഡറി റാഡിക്കൽ ആണ്. അപ്പോൾ അത് എന്താണ്? കാർബോ കാറ്റോണോ കാർബോ ആനോണോ ഒന്നല്ല ഉണ്ടാക്കുന്നത്, റാഡിക്കൽ മെക്കാനിസം ഉണ്ട്, റാഡിക്കൽ ആണ് ഇന്റർമീഡിയറ്റ് അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ BR എന്ന് പറയുന്ന റാഡിക്കൽ ഉണ്ടായി. ഇനി BR എന്ന് പറയുന്ന റാഡിക്കല് നമ്മുടെ പ്രൊപ്പീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CH3CH2 എന്ന് പറയുന്ന റാഡിക്കലുമായിട്ട് ഇവൻ ചെയ്യുമ്പോൾ ഇവൻ ഇങ്ങോട്ടും ഈ ഒരു സാധനം ബ്രോമിൻ്റെ അകത്തോട്ടും പോയില്ലേ. ആസ് എ റിസൾട്ട് നമുക്ക് CH3CH2Br എന്ന് പറയുന്ന വേറെ റാഡിക്കൽ ഉണ്ടാകത്തില്ലേ. ഇവനാര? സെക്കൻഡറി റാഡിക്കൽ അല്ലേ, പ്രൈമറി റാഡിക്കൽ അല്ലല്ലോ. ഇനി ഇവൻ്റെ അകത്തോട്ട് HBr റിയാക്ട് ചെയ്യുമ്പോൾ HBr വീണ്ടും ഉള്ള ആ HBr ഇത് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് നമ്മുടെ ഡിസൈഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ H ഇങ്ങോട്ട് വരും, ഈ H ഇങ്ങോട്ട് വരും. അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസൈഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടുന്നത് അല്ലേ. അങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വന്നേക്കുന്ന സെക്കൻഡറി റാഡിക്കൽ അല്ലേ, ഇതല്ലേ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ. ആദ്യത്തെ മാർക്കോണിക്കോസ് റൂളാണ് നമുക്കറിയാം. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം എന്താണ് ലെസ് ഹൈഡ്രജനേറ്റഡ് കാർബണിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡിസൈഡ് പ്രോഡക്റ്റ് ഇങ്ങനെ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പോകുന്ന പാത്വേയിൽ നമുക്കറിയാം സെക്കൻഡറി കാർബോ കാറ്റോൺ ആണ് ഉണ്ടാവുന്നത്, എവിടെ? മാർക്കോണിക്കോസ് റൂള്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത് ആന്റി മാർക്കോണിക്കോസ് റൂള് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇവിടെ ഒരു പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പെറോക്സൈഡ് എഫക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണെന്ന് നമ്മൾ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഇന്റർമീഡിയറ്റ് സെക്കൻഡറി റാഡിക്കൽ ആണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് പറയല്ലോ മക്കളെ. ഈ പെറോക്സൈഡ് എഫക്റ്റ് നിങ്ങളിത് പെട്ടിയിലാക്കിയിട്ടാണ്. പെറോക്സൈഡ് എഫക്റ്റ് HClO HFO HIO ഒന്നും കാണിക്കില്ല, ഓൺലി HBr ഷോസ് എന്നുള്ള കാര്യം കൂടെ മക്കള് ഇപ്പൊ ഓർത്തിരിക്കുക.
HBr മാത്രമേ പെറോക്സൈഡ് എഫക്റ്റ് കാണിക്കൂ. HCl കാണിക്കില്ല, HF കാണിക്കത്തില്ല, HI കാണിക്കത്തില്ല. ഓക്കെ മക്കളെ, ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഓർഗാനിക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ഇപ്പോഴത്തെ എന്താണ്, പ്രൊപ്പനാൽഡിഹൈഡിലേക്ക് CH3MgBr റിയാക്ഷൻ വെച്ച് നമുക്ക് P എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നു. അവിടുന്ന് H2SO പറയുന്നത് Q എന്ന് പറയാം. മേജർ പ്രോഡക്ട്സ് ആണ് എല്ലാം ചോദിച്ചിരിക്കുന്നത്, മേജർ പ്രോഡക്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മേജർ. അതേപോലെ തന്നെ നമ്മുടെ അസറ്റോണിനകത്തോട്ട് CH3MgBr ആഡ് ചെയ്യുമ്പോൾ അവിടെ R എന്ന് പറയുന്നത് കിട്ടുന്നു. പിന്നെ അവിടെ H2SO4 വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ S എന്ന് പറഞ്ഞ് കിട്ടുന്നു. നമ്മുടെ ചോദ്യം QS കണ്ടുപിടിക്കില്ല. QS എന്ത് തരത്തിലുള്ള എന്താണ് ഐസോമേഴ്സ് ആണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഐസോമേഴ്സ് ആണോ അത് എന്ത് ഐഡന്റിക്കൽ പ്രോഡക്ട്സും കൂടെ തന്നുകൊണ്ട് നമുക്ക് ഐസോമേഴ്സ് ആണോ എന്നുള്ള ഒരു സാധനം അവിടെ നിൽക്കുന്നു. ഓക്കെ, നമുക്ക് അതൊന്ന് റിയാക്ഷൻ ഒന്ന് വൃത്തിക്ക് എഴുതാലോ മക്കളെ. റിയാക്ഷൻ ഒന്ന് വൃത്തിക്ക് എഴുതാലോ. റിയാക്ഷൻ വൃത്തിക്ക് എഴുതാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ CH3 CH2 CHOA CH3MgBrമായിട്ട് ട്രീറ്റ് ചെയ്ത മക്കളെ, ഇത് നമ്മുടെ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡയറക്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റൻ അല്ലേ. എന്താണ് ആൽഡിഹൈഡ് ഫോർമേഷൻ ഉണ്ടായി. ഇവിടെ നമുക്ക് CH3 CH2 ഇവിടുത്തെ CH3 ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു OH ഉണ്ടായി. സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാവത്തില്ലേ? സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാവത്തില്ലേ? ഇവനല്ലേ P. ഇനി ഇവനെ H2SO4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എലിമിനേഷൻ നടക്കുമല്ലോ. ആസ് എ റിസൾട്ട് ഇവിടെ എന്താണ് ആൽക്കീൻ ഉണ്ടാകും. ആൽക്കീൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു ട്രാൻസ് ടു ബ്യൂട്ടീൻ കിട്ടുമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പനാൽഡിഹൈഡിനെ CH3MgBr വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാകുന്നു. ആ സെക്കൻഡറി ആൽക്കഹോളിനെ H2SO4 വെച്ച് നമ്മൾ വീണ്ടും ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് ആസ് എ റിസൾട്ട് ട്രാൻസ് ടു ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കിട്ടുന്നു. ഇനി അസറ്റോണിന്റെ കേസ് നമുക്ക് എടുത്തു നോക്കാം. അസറ്റോണിന്റെ എടുക്കുമ്പോൾ CH3CO CH3A CH3MgBr വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടെറിഷ്യറി ആൽക്കഹോൾ ആണ് ഉണ്ടാവുന്നത്. നമുക്കറിയാലോ, ടെറിഷ്യറി ആൽക്കഹോൾ ആണ് ഉണ്ടാവുന്നത് അല്ലേ? ആൽക്കഹോൾ ആണ് ഉണ്ടാവുന്നത്. ഇവനെ H2SO4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴും വാട്ടർ എലിമിനേഷൻ ആണ് ഉണ്ടാവുന്നത്. ആസ് എ റിസൾട്ട് ഇവിടെ ഉണ്ടാവുന്ന ആൽക്കീൻ എന്ന് പറഞ്ഞാൽ വാട്ടർ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഈ ഒരു ആൽക്കീൻ ആണല്ലോ ഉണ്ടാകുന്നത്. എന്ന് പറയുമ്പോൾ 2 മീഥൈല് എത്ര കാർബൺ ഉണ്ട്? 1 2 3 പ്രൊപ്പീന് എന്ന് പറയുന്ന ആൽക്കീൻ ആണല്ലോ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ മക്കളെ എന്താണ് പ്രൊപ്പനാൽഡിഹൈഡിലേക്ക് CH3MgBr വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സെക്കൻഡറി ആൽക്കഹോളും, അസറ്റോണിലേക്ക് CH3MgBr വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെറിഷ്യറി ആൽക്കഹോളും ആണ് കിട്ടുന്നത്. ഇതിനെ രണ്ടുപേരെ H2SO4ന്റെ ഹെൽപ്പിൽ വാട്ടർ എലിമിനേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് പ്രൊപ്പനാൽഡിഹൈഡിന്റെ കേസിൽ ട്രാൻസ് ടു ബ്യൂട്ടീനും മറ്റേ അസറ്റോണിന്റെ കേസിൽ 2 മീഥൈൽ പ്രൊപ്പൈനുമാണ് കിട്ടുന്നത്. ഇവർ രണ്ടും എന്താണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് മാത്രമല്ലേ? ഒരു സ്ട്രക്ചറൽ ഐസോമേഴ്സ് അല്ലേ? അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ പോയി നോക്കുമ്പോൾ ഒന്ന് മാത്രമല്ലേ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഉത്തരം ഒപ്റ്റിക്കൽ ഐസോമേഴ്സും അല്ല, ജോമെട്രിക്കൽ ഐസോമേഴ്സും അല്ല, ഐഡന്റിക്കൽ പ്രോഡക്ട്സും അല്ല. എന്താണ് സ്ട്രക്ചറൽ ഐസോമേഴ്സും അല്ലേ? ഓപ്ഷൻ എ അല്ലേ ഉത്തരം അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ arrange the following compounds in increasing order of the rate of reaction towards hydroxyl ion. OH- വെച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഏതിനാണോ കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പവർ ഏറ്റവും കൂടുതലുള്ള NO2 ആദ്യത്തെ ഓപ്ഷനിൽ 3 അടുത്തുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് 3 അടുത്തൊന്നും എന്താണ് ഇലക്ട്രോൺ ഇങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ എന്തായാലും റേറ്റ് ഓഫ് റിയാക്ഷൻ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ എ ഒന്നിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ ഇതോ എന്ന് പറയും. ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത നോക്കുമ്പോൾ
മൂന്നാമത്തെ പ്രോഡക്റ്റിലേക്ക് നോക്കുമ്പോൾ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെറ്റാ പൊസിഷനിലാണ്. NO2 ഏറ്റവും കൂടുതൽ ഫേവറബിൾ ചെയ്യുന്ന പൊസിഷൻ മെറ്റാ പൊസിഷനല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം ഈ 3 NO2 കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുമ്പോൾ പാരയും ഓർത്തോയും വെച്ചെല്ലാം അതിനേക്കാളിലും റേറ്റ് ഓഫ് റിയാക്ഷൻ ഏറ്റവും കൂടാൻ പോകുന്നത് മെറ്റാ പൊസിഷനിലായിരിക്കും. ദെൻ എന്താണ് പാര ആയിരിക്കും, ദെൻ അത് കഴിഞ്ഞുള്ളൂ ഓർത്തോ എന്നും കൂടെ ആലോചിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് നമുക്ക് ഒന്നുകൂടെ എഴുതാം. റേറ്റ് ഓഫ് റിയാക്ഷൻ 1 കഴിഞ്ഞിട്ട് മെറ്റാ പൊസിഷനിലാണ് 3, അത് കഴിഞ്ഞിട്ട് പാരാ പൊസിഷനിലാണ് 4, അത് കഴിഞ്ഞിട്ട് ഓർത്തോ പൊസിഷനിലാണ് 2. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളൂ? അങ്ങനെ വരുന്ന ഓപ്ഷൻ 1 കഴിഞ്ഞിട്ട് 3 ഓപ്ഷൻ ഡി അല്ലേ മക്കളെ ഉള്ളൂ? ഓപ്ഷൻ ഡി അല്ലേ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ ഏറ്റവും കൂടുതലുള്ള NO2 3 സ്ഥലത്ത് നിന്ന് വലിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് റിയാക്ഷൻ നടക്കുന്നത് ഓപ്ഷൻ എയിലായിരിക്കും. ഇനി ഓപ്ഷൻ 2, 3, 4 നോക്കുമ്പോൾ NO2 ഏറ്റവും കൂടുതൽ ഫേവറബിൾ ചെയ്യുന്ന പൊസിഷൻ മെറ്റാ പൊസിഷനാണ്. ആ മെറ്റാ പൊസിഷനിൽ ഉണ്ടാകുന്ന ക്ലോറിൻ കാരണം ബാക്കിയുള്ള പാരാ പൊസിഷനിലേക്കാളും ഓർത്തോ പൊസിഷനിലേക്കാളും സ്വാഭാവികമായിട്ടും മെറ്റാ പൊസിഷനിലിരിക്കുന്ന ഈ മൂന്നാമത്തെ പ്രോഡക്റ്റിനായിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുതൽ. അപ്പോൾ ഇവനാണ്. അത് കഴിഞ്ഞിട്ട് പാരയും ഓർത്തോയും കൂടെ നോക്കുമ്പോൾ പാരയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. അങ്ങനെ വരുമ്പോൾ 4 ആയിരിക്കും, 2 കൂടുതലിരിക്കുന്നത്. അങ്ങനെ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ ഓർഡർ ഇതാണ് എന്ന് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചാടിപ്പോവാലോ. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് അറ്റത്തിലെ ചോദ്യമാണ്. The kinetic energy of the photoelectrons ejected from an metal on irradiation with light of frequency 3.8 into 10 raised to 16. 3.8 into 10 raised to 16. ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്ത് ചെയ്യണേ മക്കളെ. ക്വസ്റ്റ്യനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും, കൂടുതൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഇത്രയും ഫ്രീക്വൻസി ഇത് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് K ആണ്. കൈനറ്റിക് എനർജി ഈ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ അവൻ്റെ കൈനറ്റിക് എനർജി K ആണ്. ഇനി നമുക്ക് നോക്കുമ്പോൾ വെൻ ഇറാഡിയേറ്റഡ് വിത്ത് എ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി വേറെ ഫ്രീക്വൻസി ആണ്. ഇനി ഇത് ഫ്രീക്വൻസി 2.4 into 10 raised to 16 ആകുമ്പോൾ കൈനറ്റിക് എനർജി K/2 ആവും. കൈനറ്റിക് എനർജി എന്താണ്? K/2 ആവും. എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി K ഉള്ളപ്പോൾ ഉള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3.8 into 10 raised to 16. ഇനി കൈനറ്റിക് എനർജി K/2 ആണെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി 2.4 into 10 raised to 16 ആയിരിക്കും. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് നമുക്കറിയാലോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h nu into h nu 0 ആണല്ലോ ഇവിടുത്തെ ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസിലെയും ഇക്വേഷൻസ് എടുത്തു നോക്കുമ്പോൾ രണ്ട് കേസിലൊക്കെ K എന്ന് പറയുന്ന ആദ്യത്തെ കേസ് എടുക്കുമ്പോൾ K is equal to h into ഫ്രീക്വൻസി 3.8 into 10 raised to 16 മൈനസ് h nu 0 എന്നും പറയുന്ന ഒരു ആദ്യത്തെ ഇക്വേഷനും, അടുത്ത ഇക്വേഷൻ പറയുമ്പോൾ K/2 is equal to h into 2.4 into 10 raised to 16 മൈനസ് h nu 0 എന്നും എഴുതാം. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഈ ഇത്രയും ഇരിക്കുന്ന K ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ ഈ K. അങ്ങനെ വരുമ്പോൾ h into 3.8 into 10 raised to 16 minus h nu 0 divided by 2 is equal to h into 2.4 into 10 raised to 60 മൈനസ് h nu 0 എന്നല്ലേ വരുന്നത്. മനസ്സിലായോ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ h nu മൈനസ് h nu 0 ആണ്. ഈ nu 0 ആണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി നമുക്കറിയാലോ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കൈനറ്റിക് എനർജി K ആകുമ്പോൾ ഉള്ള ഫ്രീക്വൻസി നമുക്ക് ഉണ്ട്. അങ്ങനെയുള്ള അതിൽ നിന്ന് നമുക്കുള്ള ഇക്വേഷൻ എഴുതി. K is equal to h into 3.8 into 10 raised to 16 h minus 0 h nu 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി. അടുത്ത ഇക്വേഷൻ K/2 ആകുമ്പോൾ ഫ്രീക്വൻസി നമുക്ക് എന്താണ്, അത് വെച്ചിട്ട് അടുത്ത ഫ്രീക്വൻസി എഴുതി. എന്തിനാണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ K/2 is equal to h into 2.4 into 10 raised to 16 മൈനസ് h 0 അടുത്ത ഇക്വേഷൻ എഴുതി. ഈ Kയുടെ വാല്യൂ മേളിൽ കിടക്കുന്നതല്ലേ,
അങ്ങനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു രീതിയിലേക്ക് ഉത്തരം കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ഒരു കാര്യം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ സോൾവിങ് നമുക്ക് ന്യൂ സീറോയുടെ വാല്യൂ അഥവാ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 × 10⁻16 ഹെർട്സ് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ഓപ്ഷൻ ഡി ആണ് ഉള്ളത്. ശരിയല്ലേ? കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, തിയറി വളരെ മിനിമലായിട്ടുള്ള സിമ്പിൾ തിയറി ഉള്ളൂ. കാൽക്കുലേഷൻ വരുമ്പോൾ തെറ്റിക്കാതിരുന്ന, കാരണം ഇത് വലിയ എന്താണ് സീനാവുന്ന കാൽക്കുലേഷൻ ഒന്നുമല്ല, അവിടെ സിമ്പിൾ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, ഇത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണല്ലോ ഉത്തരവെന്ന് മനസ്സിലല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 27ാമത്തെ ചോദ്യം. ഓക്കെ, ദ ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് -57.1 kJ/mol. ഇക്വേഷൻ തന്നിട്ടുണ്ട് NaOH + HCl NaCl + H2O. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ ഹീറ്റ് റിലീസ്? ഓക്കെ, ഇതിൻ്റെ ന്യൂട്രലൈസേഷൻ പ്രോസസ്സിൽ ഈ 4 പ്രോസസ്സിൽ ഏത് ഫോളോയിങ് പ്രോസസ്സാണ് ഇതിൻ്റെ ഹീറ്റ് റിലീസിന് കാരണമായിട്ടുള്ളത്? അപ്പോൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ അതെന്താണ്? റിവേഴ്സ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ ആണ്. നമുക്കറിയാം അവനൊരു എക്സോതെർമിക് പ്രോസസ് ആണെന്നറിയാലോ. അല്ലേ? ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ഓഫ് Na+ ആൻഡ് Cl- ടു ഫോം NaCl ആണ്. അത് ഒരു എൻഡോതെർമിക് പ്രോസസ്സുമാണെന്ന് നമുക്കറിയാം. പിന്നെ ഓപ്ഷൻ ബി അല്ലേ മക്കളെ ഞാൻ പറഞ്ഞ? സോറി, ശരിയാണ്. ഞാൻ എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ട്. ഡിസോസിയേഷൻ, ഒറ്റ മിനിറ്റ് മക്കളെ, പറഞ്ഞതിലൊരു ചെറിയ തിരുത്തിയാൻ വരുത്തുവാണ്, മാറിപ്പോയതാണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ ഓപ്ഷൻ സി ആണ് നോക്കിയത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് NaCl ഇൻറ്റു ഇറ്റ്സ് അയോണ്. അതൊരു എൻഡോതെർമിക് പ്രോസസ് അല്ലേ? നിങ്ങളെ ആദ്യം സാറ് പറഞ്ഞ തെറ്റിപ്പോയാണേ, ഒന്നുകൂടെ പറയാണേ. അപ്പൊ ഓപ്ഷൻ സി ആണ് നോക്കിയത്, അതുകൊണ്ടാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡിസോസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ്, അതൊരു എക്സോതെർമിക് പ്രോസസ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കുമ്പോൾ NaCl എന്ന് പറയുന്നത് മോളിക്യൂള് ഡിസോസിയേറ്റ് ചെയ്ത് Na+ Cl- ആവുന്നതാണ് ഓപ്ഷൻ ബി, അതൊരു എൻഡോതെർമിക് പ്രോസസ്സുമാണ്. ഇനി ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നോക്കുമ്പോൾ അത് രണ്ടുപേരും ന്യൂട്രലൈസേഷൻ പ്രോസസ്സിന്റെ പ്രൈമറി റിയാക്ഷൻസ് അല്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തിനകത്ത് എന്താണ്? ഓപ്ഷൻ സിക്കകത്ത് എന്താണ്? NaCl ഫോർമേഷൻ, അത് പ്രൈമറി റിയാക്ഷൻ അല്ലല്ലോ. രണ്ടാമത്തെ പറഞ്ഞാൽ NaOH ഡിസോസിയേഷൻ, അതും പ്രൈമറി റിയാക്ഷൻ അല്ല. അങ്ങനെ ഇരിക്കും. NaOH എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല, ഒരു ഇതും ഇല്ലാത്ത പ്രൈമറി റിയാക്ഷൻ അല്ല ന്യൂട്രലൈസേഷൻ്റെ കാര്യത്തിൽ. ന്യൂട്രലൈസേഷൻ്റെ കാര്യത്തിലെ പ്രൈമറി റിയാക്ഷൻസ് ഇവർ രണ്ടുപേരാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരെയും നോക്കുമ്പോൾ ഇവൻ എക്സോയും ഇവൻ എൻഡോയുമാണ്. എക്സോ എന്ന് പറയുന്നവനാണ് ഹീറ്റ് റിലീസ് ചെയ്യുന്ന ΔH- എക്സോയ്ക്ക് കാണാവുന്നത്. എൻഡോ എന്ന് പറയുമ്പോൾ ΔH പോസിറ്റീവ് ആണ്, അവന് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്, ഹീറ്റ് റിലീസ് ചെയ്യല്ല. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണല്ലോ ഉത്തരം. സെറ്റല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 28ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രിയിലെ ചോദ്യം. ഇതൊക്കെ ഡയറക്റ്റ് ആണ്, സ്ട്രൈറ്റ് ആണ്, വലിയ എന്താണ് പ്രശ്നങ്ങളും നമ്മൾ കഷ്ടപ്പെടുന്ന ചോദ്യങ്ങളൊന്നുമല്ല. അറ്റ് 25°C സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ് 0.28 എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് റിയാക്ഷനും ഹാഫ് റിയാക്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഹാഫ് സെൽ റിയാക്ഷൻ ഇൻ 10 molar H+ കോൺസെൻട്രേഷൻ assume all other species to be unit concentration. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ H+ മാത്രമേ കോൺസെൻട്രേഷൻ ഉള്ളൂ, ബാക്കിയെല്ലാം ഒന്നാണ്. യൂണിറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, 1 molar. ഓക്കെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഫാരഡേസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടുത്തെ എന്താണ് റിയാക്ഷൻ കോഷ്യന്റ് കണ്ടുപിടിക്കാം. റിയാക്ഷൻ കോഷ്യന്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ റിയാക്ഷൻ കോഷ്യന്റ് എടുക്കുമ്പോൾ Zn കോൺസെൻട്രേഷൻ 2 +
ഇൻറ്റു എച്ച് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 കോൺസെൻട്രേഷൻ ഓഫ് H ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ. ഇവിടെ പവർ എഴുതണം കാരണം 2 ഉണ്ട്. ഇവൻ സോൾഡ് ആണ്, അപ്പോൾ ഇവന് കോൺസെൻട്രേഷൻ ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ എടുത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ 10 മോളാർ കോൺസെൻട്രേഷൻ എച്ച് പ്ലസിന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം യൂണിറ്റ് കോൺസെൻട്രേഷൻ ആണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 1 ഇൻറ്റു 1 ഇൻറ്റു 10ൻ്റെ സ്ക്വയർ 100, അങ്ങനെ വരുമ്പോൾ ഇത് 0.01 എന്ന് വരും അല്ലേ? 0.01 എന്നല്ലേ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഹാഫ് റിയാക്ഷൻ അല്ലേ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ E0 മൈനസ് RT ലോഗ് ക്യൂ അല്ലേ? ലോഗ് ക്യൂ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഈ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. E0 തന്നിട്ടുണ്ടല്ലോ 0.28 എന്ന്. അപ്പോൾ 0.28 മൈനസ് R എത്രയാണ്? 8.314. ടെമ്പറേച്ചർ 25 ഡിഗ്രി. 25ന് 273 കൂട്ടിയാൽ നമുക്ക് കെൽവിനായി 298 അല്ലേ മക്കളെ? 298 ഡിവൈഡഡ് ബൈ NF. N എന്ന് പറയുന്നത് ഇവിടെ N എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. N എന്ന് പറയുന്നത് 2 ആണ്. N എന്ന് പറയുന്നത് കാരണം ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ? 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ. F എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 96500. ഓക്കെ, ഇനിയും ലോഗ് ക്യൂ എന്ന് പറയുന്നത് 0.01 അല്ലേ? ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് E എന്ന് പറയുന്നത് വാല്യൂ 0.339 വോൾട്ടിലേക്ക് വരും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയും. മക്കളെ, ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഒന്നുമില്ല, നമുക്ക് കാൽക്കുലേഷനുള്ളൂ, മറ്റേ ക്വസ്റ്റ്യൻ പോലെ തന്നെ കാൽക്കുലേഷനിലുള്ളൂ ഒരു തെറ്റ് പറ്റാൻ സാധ്യത. കാരണം ഇവിടെ ഒരു ക്ലോസ് ഓപ്ഷൻ C ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 0.3 എന്നൊക്കെ കിട്ടിയാൽ നമുക്ക് സാധാരണ ടിക്കറ്റ് കൊണ്ട് 0.3 എന്ന് പറയുമ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഒന്നും വരാത്തതാണ്. പക്ഷേ ഇവിടെ ഒരു വേറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. Cയും ക്ലോസ് ആണ് ഓപ്ഷൻ. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല, കാൽക്കുലേഷനിൽ വരാവുന്ന തെറ്റ് മാത്രമേ വരാനുള്ളൂ. ഇവിടെ വേറെ ഒരു തരത്തിലും തെറ്റ് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് റിയാക്ഷൻ കോൺഷ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കിയുള്ള കോൺസെൻട്രേഷൻ യൂണിറ്റ് കോൺസെൻട്രേഷൻ ആണ്. H പ്ലസിന് മാത്രമേ കോൺസെൻട്രേഷൻ 10 മോളാർ ഉള്ളൂ. അപ്പോൾ അവനെ സ്കോർ ചെയ്യണം, കാരണം ഇവിടെ നിന്ന് 2 ഉണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ അവനെ 10ന് സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ കോൺഷ്യൻ്റ് ഇത്ര എന്ന് കിട്ടും. അപ്പോൾ റിയാക്ഷൻ കോഷ്യൻറ്റും എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹാഫ് സെല്ലിൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. E=E0 മൈനസ് RT NF ലോഗ് K ആണ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വേറെ ഒന്നുമില്ല. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ശ്രദ്ധിക്കണം, കാരണം ഇവിടെ ഒരു ക്ലോസസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോളിഡ് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ കണ്ടെയ്നിങ് X, Y and Z, if Z occupies all the phase centers, X occupies all the coordinates, Y occupies body center of the cube, what is the formula of this compound? Okay, ഓക്കെ, എഴുതാലോ. ആദ്യം XYZ എന്ന് പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ Z ആണ് തന്നേക്കുന്നത്, പക്ഷേ ഞാൻ X വെച്ച് എഴുതാം. ഒരു വൃത്തിയില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്? ഓക്കെ, X occupies all the corners. ഒരു കോർണർ ഷെയർ ചെയ്യുന്ന 1/8 അല്ലേ? അങ്ങനെ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണറല്ലേ? അപ്പോൾ X പറയുന്നത് അത് 1/8 × 8 ആകുമ്പോൾ ആസ് എ റിസൾട്ട് 1 വരും. ഇനി Y എന്ന് പറയുന്നത് ബോഡി സെൻറ്ററിൽ ഒറ്റ ഒരെണ്ണം ഉള്ളൂ അല്ലേ? ഇനി Z എന്ന് പറയുന്നത് ഫേസ് സെൻറ്ററിലാണ്. ഒരു ഫേസ് സെൻറ്റർ കൊണ്ടുവിടുന്ന 1/2 ആണ്. ആകെ എത്ര ഫേസ് ഉണ്ട് ഒരു ക്യൂബിന്? 6. അങ്ങനെ വരുമ്പോൾ ഇത് 3 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഇത് 3 എന്ന് വരും. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഫോർമുല XYZ3 എന്ന് എഴുതും അല്ലേ? ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ 2 ആണ് ഇവിടെ വന്നത്. ഓപ്ഷൻ ഡി. സെറ്റ് അല്ലേ മക്കളെ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ X കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോർണേഴ്സിനാണ്, അതും എല്ലാ കോർണേഴ്സിലും ഉണ്ട്. അപ്പോൾ 1/8 ആണ് ഒരു കോർണർ ഇത് ചെയ്യുന്നത്. 8 കോർണർ ഉണ്ടാകുമ്പോൾ അത് 1ലേക്ക് മാറും. ഇത് ബോഡി സെൻറ്ററിലേക്കാണ് Y ഇത് ചെയ്യുന്നത്. Y എന്ന് പറയുമ്പോൾ ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ ഉള്ളൂ, നടുക്കത്ത് എന്ന് പറയുമ്പോൾ ക്യൂബ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ അത് ഒറ്റ ഒരെണ്ണം ഉള്ളൂ, അവിടെയാണ്. മറ്റേ പറയുമ്പോൾ ഇവിടെ 8 എണ്ണം വരും, ഇങ്ങനെ 8 കോർണറിൽ വരും.
അതേപോലെ ഇസഡ് നോക്കുമ്പോൾ അത് ഫേസ് സെന്റർ ആണ്. ഒരു ഫേസ് സെന്റർ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾ ദ ഫേസ് സെന്ററിന്. ഒരു ഫേസ് സെന്റർ എന്ന് പറയുമ്പോൾ 1/2 ആണ്. 6 ഫേസ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ 3 എഫ് ഡി. അപ്പൊ XYZ3 എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ സീരീസിലെ 2018 ക്വസ്റ്റ്യൻ ആണ് പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ശ്രദ്ധിച്ചിടണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇതും കാൽക്കുലേഷൻ ആണ്. തെറ്റുപറ്റാ. ഓക്കെ. At 298 Kelvin, the vapor pressure of an ideal solution containing 1 mole of liquid L1, 2 mole of liquid L2 and is vapor pressure എന്ന് പറയുന്നത് 500 mm. When 2 moles of L1 is added to the solution, okay, vapor pressure of the solution decreased by 5%. Okay. What are the respective vapor pressure L1 and L2? കണ്ടുപിടിക്കണം. 298 കെൽവിൽ എന്ന് പറഞ്ഞാൽ ആ കെല്ലിൽ ആദ്യം തന്നേക്കുന്ന L1 L2 ആണ്. ന്യൂ അല്ല കണ്ടുപിടിക്കുക. 2 മോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതല്ല കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ അറ്റ് 298 കെൽവില് നമുക്ക് മോളാർ ഫ്രാക്ഷൻ ഓഫ് L1 കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് തന്നിരിക്കുന്നത്? 1 മോൾ ഓഫ് ഇതും 2 മോൾ ഓഫ് L2 അല്ലേ. മോളാർ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ 1 ഡിവൈഡ് ബൈ 1 + 2 1/3 എന്നും. Chi2 കണ്ടുപിടിക്കുമ്പോൾ അത് 1/3 ഒന്നിൽ നിന്ന് 1/3 പറയുമ്പോൾ 2/3 ഇവിടെ മനസ്സിലാവുന്നുണ്ട്. 2/3 ആണ് L2ന്റെ മോളാർ ഫ്രാക്ഷൻ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇതിൻ്റെ വേപ്പർ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. വേപ്പർ പ്രഷർ 500 ആണ്. അതെങ്ങനെയായിരുന്നു? വേപ്പർ പ്രഷറിനെ നമുക്ക് എന്താണ് വേപ്പർ പ്രഷറിനെ നമുക്ക് പാർഷ്യൽ പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ്റെ രീതിയിൽ എഴുതുമ്പോൾ Chi1 ഇൻറ്റു PL1 പ്ലസ് Chi2 ഇൻറ്റു PL2 എന്ന് എഴുതാലോ എന്ന് പറഞ്ഞാൽ 500 ഇസ് ഈക്വൽ ടു 1/3 PL1 പ്ലസ് 2/3 PL2 എന്ന് എഴുതാലോ എന്ന് പറയുമ്പോൾ ഇത് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. അടുത്ത പറഞ്ഞു പറഞ്ഞാൽ വെൻ 2 മോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ന്യൂ മോൾ ഫ്രാക്ഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ 1 + 2 ആദ്യം അത് 3 ഉണ്ടായിരുന്നു. ആ 3 + 2 ആയിട്ട് മാറും. അങ്ങനെ അത് 3/5 L2 എന്ന് പറയുന്നത് 1 - 3/5 എന്ന് പറയുന്നത് 2/5 ആയിട്ട് മാറും. അപ്പൊ ഇതിനകത്ത് ഒരു പറയുന്നുണ്ട്, ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഇൻക്രീസ് ബൈ 5%. ഓക്കെ, നമുക്ക് 500ന്റെ 5% കണ്ടുപിടിക്കാലോ. 500ന്റെ 5% എന്ന് പറഞ്ഞാൽ 500ന് 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 അല്ലേ? ഈ 25 500ന്റെ കൂടെ കൂട്ടിയ 525 ആവുമല്ലോ. ഇതാണല്ലോ നമ്മുടെ ന്യൂ വേപ്പർ പ്രഷർ. മക്കളെ എന്താ? ഒന്നുമില്ല. ഈ 2 മോള് L1 കൂട്ടി കഴിയുമ്പോൾ എന്താണ്? വേപ്പർ പ്രഷർ 5% കൂടുമെന്ന് പറഞ്ഞു. 500ന് 5% എന്ന് പറഞ്ഞാൽ 25. ആ 25 500ന്റെ കൂടെ കൂട്ടി കഴിയുമ്പോൾ 525. അതാണല്ലോ ന്യൂ വേപ്പർ പ്രഷർ. ഇനി ആ ന്യൂ വേപ്പർ പ്രഷർ അനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. പറയുമ്പോൾ P സൊല്യൂഷൻ is equal to 525 is equal to 3/5 PL1. കാരണം എന്താ? ഇവിടുത്തെ മോൾ ഫ്രാക്ഷൻ മാറി. പ്ലസ് 2/5 PL2 ഇക്വേഷൻ 2. ഇനി ഈ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്? PL1 പാർഷ്യൽ പ്രഷർ ഓഫ് L1 എന്ന് പറയുന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് ലിക്വിഡ് L1 എന്ന് പറയുന്നത് ഒരു 563 ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് L2 എന്ന് പറയുന്നത് 469 ആയിട്ട് കിട്ടും. 460 അങ്ങനെ വരുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ? എന്നാ പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 മോൾ ഓഫ് L1 ഉണ്ടായിരുന്നു, 2 മോൾ ഓഫ് L2 ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ മക്കളെ. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. അവിടെ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഒക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ പാർഷ്യൽ പ്രഷർ, സൊല്യൂഷൻ്റെ പാർഷ്യൽ പ്രഷർ, വേപ്പർ പ്രഷർ നമുക്ക് അറിയാവുന്നതുകൊണ്ട്
പാർഷ്യൽ പ്രഷറും എന്താണ് വേപ്പർ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതി. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ 2 മോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 5% വേപ്പർ പ്രഷർ കൂടും. 5% വേപ്പർ പ്രഷർ കൂടുമ്പോൾ പുതിയ വേപ്പർ പ്രഷർ 500 + 25 525 ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ പറയുമ്പോൾ അവിടുത്തെ ആ ന്യൂ സൊല്യൂഷൻ്റെ ന്യൂ സൊല്യൂഷൻ്റെ വെച്ച് റിലേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ L1 L2 പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് L1ഉം പാർഷ്യൽ പ്രഷർ ഓഫ് L2 ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ക്രാഷ് കോഴ്സ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതാണ് മക്കളെ. ഏപ്രിൽ 10 മുതൽ നമ്മൾ തുടങ്ങുവാണ്. അപ്പോൾ മക്കളെല്ലാവരും അടപട ചടപട എന്ന് നമ്മൾ ജോയിൻ ചെയ്യുക.